ഞാൻ സംസാരിക്കുന്ന വിഷയം ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു അധ്യായം എടുത്തത്. അപ്പം ആഴത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സമയപരിമിതികൾ നമുക്കുണ്ട്. പണ്ടൊരു ഉപദേശി പറഞ്ഞൊരു തമാശ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരു സഭയിൽ ആരാധന നടക്കുകയാണ്. 1 മണിക്ക് ആരാധന നിർത്തണം. അപ്പം നമുക്കറിയാമല്ലോ, സാധാരണ സഭകളിൽ ഈ ആരാധനയും സാക്ഷിയൊക്കെ ഒത്തിരി മുന്നോട്ടങ്ങ് കയറിപ്പോയി. അങ്ങനെ ആരാധനയും സാക്ഷിയും മുന്നോട്ട് കയറിപ്പോയപ്പോൾ 1 മണിക്ക് നിർത്തേണ്ട ആരാധന 12:45 ഈ പാട്ടും ആരാധനയും സാക്ഷിയൊക്കെ നിർത്തിയത്. പിന്നെ ഈ ഉള്ള 15 മിനിറ്റ് കൊണ്ട് വേണം വചനം പറയാനായിട്ട്. അപ്പം അവിടുത്തെ ഉപദേശി ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു: നമുക്കിനി വചനങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം 15 മിനിറ്റും കൂടെ ഉള്ളൂ, 1 മണി വരെ ഉള്ളൂ. പാസ്റ്റർ പറഞ്ഞു നമുക്കിനി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പറയിലിരുന്ന അപ്പച്ച ഒരു കമൻറ്റ് പറഞ്ഞു: പാസ്റ്ററെ, ആഴങ്ങളിലേക്കൊക്കെ പോകുന്ന കൊള്ളാം, പക്ഷെ 1 മണിക്ക് മുന്നേ തിരിച്ചും കയറി പോരണമെന്ന് പറഞ്ഞു. അപ്പം ആഴങ്ങളിലേക്ക് പോകുമ്പോഴേ സമയം നമുക്കെല്ലാവർക്കും വിലപ്പെട്ടതാണല്ലോ. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഈ അധ്യായം നമുക്ക് പരിശോധിക്കുമ്പം, പ്രത്യേകിച്ച് 19-ാം അധ്യായത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ അറിയണമെങ്കിൽ എന്താണ് യെരിഹോ എന്താണെന്നുള്ളതും, റോമൻ ഭരണ അധികാരത്തിലിരുന്ന അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന അതിൻ്റെ അധീനതയിലായിരുന്ന ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്താണെന്നും, അന്നത്തെ ടാക്സ് അല്ലെങ്കിൽ നികുതി പിരിവ് എന്താണെന്നുള്ളതും, അന്നത്തെ ചുങ്കക്കാരെങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു വേദഭാഗം അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പം, അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ, ഇംഗ്ലീഷിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത് പാസിങ് ത്രൂ എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ചില വേദപണ്ഡിതാക്കന്മാർ പറയുന്നത് ഈ കർത്താവിന് യെരുശലേമിലേക്ക് പോകാനായിട്ട് മറ്റു മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. നമ്മൾ ജിയോഗ്രാഫിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റു മാർഗ്ഗങ്ങളുണ്ടായിരുന്നു, വഴികളുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് യെരിഹോ തിരഞ്ഞെടുത്ത് തന്നെ വന്നു, യെരിഹോയിലേക്ക് പ്രവേശിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ സക്കായിയെ നേടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കർത്താവ് ആ വഴി, ആ ഗതി തിരിച്ചു വിടുന്നത്. യെരിഹോയുടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പം, ജോസീഫസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറയുന്നത്, ഈ യെരിഹോ എന്ന് പറയുന്നത്, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണെങ്കിൽ, ബാൽസം എന്ന് പറയുന്ന ഒരു മരം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ചില സുഗന്ധദ്രവ്യങ്ങൾ, അതിൽ നിന്നുണ്ടാക്കുന്ന ചില പ്രോഡക്റ്റുകൾ, ഇതുവഴി ഇതൊരു വലിയൊരു വ്യവസായമായിരുന്നു യെരിഹോയിൽ. അപ്പം വലിയൊരു വ്യവസായം നടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി നികുതി ഇടപാടുകൾ നടക്കുന്നൊരു സ്ഥലമാണ് യെരിഹോ. ഇത് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ യെരിഹോയാണ്, കർത്താവിൻ്റെ സമയത്തുള്ള യെരിഹോയാണ്. അപ്പോൾ ഒത്തിരി വാണിജ്യ വിപണനങ്ങളും ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നികുതി ഇടപാടുകൾ വളരെ മികച്ച നിലയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടെ ഈ യെരിഹോ സിറ്റിയിൽ നിന്നാണ് മറ്റു പല സിറ്റിയിലേക്ക് ഈ വാണിജ്യ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിനൊരു സാരം ഇതാണ്: യെരിഹോ പട്ടണത്തിൽ അത്രയധികം ബിസിനസ്സുകൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ ഒരു
അതിലെ യെരിഹോ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അന്നത്തെ ഭരണ സംവിധാനം റോമൻ സാമ്രാജ്യത്തെ നോക്കുമ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും ഈ ടാക്സിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ടാക്സ് ഇന്നും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് യഹൂദന്മാരെ ഈ റോമൻ ഭരണ അധികാരങ്ങളെ സംബന്ധിച്ച് ഈ ടാക്സിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം റോമൻ എംപയർ എന്ന് പറയുമ്പോൾ വളരെയേറെ യുദ്ധങ്ങളും അല്ലെങ്കിൽ അധിനിവേശങ്ങളും നടത്തിയ വലിയൊരു സാമ്രാജ്യ ശക്തിയാണ്. പക്ഷേ ഈ 1-ാം നൂറ്റാണ്ടിലോട്ട് അവർ വളരെ ധനികരായിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ 1-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പം എല്ലാ കാര്യങ്ങളും ഈ നികുതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഈ ചുങ്കക്കാരുടെ പ്രാധാന്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചുങ്കക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഈ ഭരണം പോകുന്നത് തന്നെ ഈ ടാക്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്നത്തെ ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല അന്നുള്ളത്. അപ്പം ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത് തന്നെ ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് കളക്ടേഴ്സിനെ സംബന്ധിച്ച് അവരെ അല്ലെങ്കിൽ ചുങ്കക്കാരെ സംബന്ധിച്ച് അവരെ പ്രത്യേകിച്ച് യഹൂദന്മാരവരെ കണ്ടിരുന്നത് ഒരു രാജ്യദ്രോഹികളായിട്ടാണ് അവരെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ അവരെ കണ്ടിരുന്നത് വെറുക്കപ്പെട്ട ആൾക്കാരായിട്ടും അവരെ മതം നിന്ന് നടത്തുന്നവരായിട്ടാണ് യഹൂദരെ ഈ ചുങ്കക്കാരെ കണ്ടുവന്നിരുന്നത്. ഈ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ മാത്രമേ സക്കായിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് മുന്നോട്ട് വായിക്കുമ്പം അതിൻ്റെ 2-ാം വാക്യം വായിക്കാം. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ഈ 2-ാം വാക്യത്തിൽ തന്നെ ചുങ്കക്കാരെന്നല്ല, ചുങ്കക്കാരിൽ പ്രധാനി എന്നാണ്, അല്ലെങ്കിൽ ചീഫ് ടാക്സ് കളക്ടറാണ്. സക്കായിയുടെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കണം. ഇനി തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് താൻ ധനികനായിരുന്നു, അല്ലേ? ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ. ഇനി മറ്റൊരു പ്രശ്നം ഇവിടെ വരുന്നത്, ഈ ധനികൻ എന്ന് എഴുതിയിരിക്കുന്നത് അതൊരു പോസിറ്റീവ് അർത്ഥത്തിലല്ല, മറിച്ച് റോമക്കാരുടെ ചുങ്കം പിരിവിന് ആൾക്കാരെ ഏർപ്പെടുത്തുമ്പം കൃത്യമായ സ്കെഡ്യൂളുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ ഭരണക്രമമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ചുങ്കപ്പിരിവ് നടത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരു ചുങ്കക്കാരൻ അല്ലെങ്കിൽ ഒരു ടാക്സ് പിരിക്കുന്ന ആൾ ധനികനാണെന്ന് പറയുന്നെങ്കിൽ അതിനർത്ഥം ആ ചുങ്കക്കാരൻ തൻ്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗിച്ചെന്നാണ് അർത്ഥം. അതായത് അന്യായമായി പൈസ അടിച്ചു മാറ്റിയെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ സക്കായിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എന്താണ് ബൈബിൾ വാസ്തവത്തിൽ പറയുന്നത്, ഒരു തൻ്റെ പാപം എത്ര ആയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തിയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും സക്കായിയെ മനസ്സിലാക്കുന്ന ആ അർത്ഥത്തിലല്ല. സക്കായിയെ ഉൾക്കൊള്ളാത്തൊരു പാട്ടില്ലല്ലേ? VBS ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പിള്ളേരുടെ പരിപാടികളായിരുന്നാലും എല്ലാ VBSലും സക്കായി ഒരു പ്രധാന ഒരു അംഗമാണ്. സക്കായിയെ ഒഴിച്ചുകൊണ്ട് ഒരു VBS ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബൈബിൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ചുങ്കക്കാരൻ എന്നുള്ള വാക്ക് തന്നെ പാപത്തിൻ്റെ പര്യായപദമാണ്. നമ്മൾ എൻ്റെ 18-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ ഒരു പരീശൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പാപത്തിന് പര്യായ പദമാണ് ചുങ്കക്കാരൻ എന്നുള്ളത്. ഇനി താൻ ധനികനായിരുന്നു എന്നുള്ളതും തൻ്റെ അധികാരപദത്തിലും താൻ മോശക്കാരനായിരുന്നു എന്നാണ് ബൈബിള് സക്കായിയെക്കുറിച്ച് തൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത്. മുന്നോട്ട് വായിക്കുമ്പം 3-4 വാക്യങ്ങൾ വായിക്കാം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. ഈ സക്കായിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഈ കാട്ടത്തി എന്ന് പറയുന്ന ഒരു പ്രധാന വിഷയമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിട്ടുണ്ട്, എന്തിനാണ് ഈ മനുഷ്യൻ ഈ മരത്തിൻ്റെ മുകളിലെ വലിഞ്ഞു കയറി എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഈ മനുഷ്യൻ ഈ കാട്ടത്തിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഏതെങ്കിലും ധനികന്മാർ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ട്, ധനികരായിട്ടുള്ള ആൾക്കാരുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും തെങ്ങിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പ്ലാവിൻ്റെ മുകളിലൊക്കെ ഇരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഈ മനുഷ്യൻ താനൊരു കാട്ടത്തിമേൽ വലിഞ്ഞു കയറി എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതിനർത്ഥം നോക്കണം, ചുങ്കക്കാരനുമല്ല, ചുങ്കക്കാരിൽ പ്രധാനിയാണ്. അവൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ ഒരു ലീഡറാണ്. പക്ഷേ അവൻ്റെ അന്തസ്സിനെ എല്ലാം മറികടന്നുകൊണ്ട് താൻ ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയെന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് താൻ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്നും താൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്നോ
ലഭിക്കാത്ത ചിലതുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തോ ശൂന്യത താൻ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ധനികൻ കർത്താവ് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ താൻ ഒരു അന്തസ്സും മാനിക്കാതെ മരത്തിൻ്റെ മുകളിലേക്ക് താൻ വലിഞ്ഞു കയറിയത്. ഈ പണം കൊണ്ട് ലഭിക്കാത്ത എന്തോ സക്കായി നേരിടുന്നുണ്ട്. ഒരുപക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കാം സക്കായി വലിഞ്ഞു കയറി അവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ മുന്നോട്ട് വായിക്കുമ്പം സക്കായി എന്തിനാണ് മുകളിൽ കയറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സക്കായി മുകളിലായിരുന്നത് കൊണ്ടല്ലേ ആൾക്കാർ കണ്ടത്. ഇല്ലെങ്കിൽ സക്കായി കാണുമായിരുന്നു, ആരെങ്കിലും കാണുമായിരുന്നു. നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ സാങ്കല്പികമായിട്ട്. സക്കായി താഴെയാണ് നിന്നിരുന്നെങ്കിൽ, മരത്തിലല്ല, ആൾ താഴെയാണെന്ന് വിചാരിച്ചു, യേശു വരുമ്പോഴെന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥ? ആകെ മൊത്തം ഇയാൾ എന്താ പറയണ്ടത്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വശം കെട്ടുപോയേനെ. കാരണം സക്കായി എന്ന് വിളിച്ചാൽ ഇപ്പം ഇത്ര ആൾക്കാർ, ഇപ്പം നമ്മുടെ ഒരു എന്താ പറയണ്ടേ, ഇപ്പം ഇവിടെ ഒരു ക്രിസ്ത്യൻ പേര്, ഇപ്പോൾ ഒരു തോമസോ അല്ലെങ്കിൽ ജെയിംസ് എന്നൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 പേര് കൈ ഉയർത്തും. അപ്പം അന്ന് അവിടുത്തെ സാഹചര്യം അത് തന്നെയാണ്. സക്കായി എന്നുള്ള പേരുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം സക്കായിയെ എന്ന് കർത്താവ് വിളിക്കുമ്പം ഈ മനുഷ്യൻ മാത്രമല്ല കൈ ഉയർത്തേണ്ടി വരുന്നത്, അവിടെ പലരും കൈ ഉയർത്തും. ഇനി കൈ ഉയർത്തിയാൽ തന്നെ ഈ പുള്ളി ആരെങ്കിലും കാണണ്ടേ? ഉയരം കുറവായതുകൊണ്ട് കാണാനും പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് സക്കായിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓർമ്മ വെച്ച നാളെ മുതൽ സ്കൂളിൽ പഠിക്കുമ്പോഴില്ല ഞാൻ ഏറ്റവും മുമ്പിലാണ്. അപ്പോൾ സക്കായിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. താൻ താഴെ ആയിരുന്നെങ്കിൽ താൻ ഒത്തിരി വശം കെട്ട് പോയേനെ. പക്ഷെ ദൈവത്തിന് അതറിയാം. കാരണം എല്ലാ കണ്ണുകളും സക്കായിലേക്ക് എത്തണം. അവിടെ കൂടിയിരുന്ന എല്ലാ പരീശന്മാരും സക്കായിയെ കാണണം, തൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം കർത്താവിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സാഹചര്യമൊക്കെ കടന്നു വരും. നമ്മൾ ചിന്തിക്കും ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ലല്ലോ. പലപ്പോഴും നമ്മൾ ആൾക്കാരിൽ നിന്ന് ഭയങ്കര ഓടായിട്ട് തോന്നും, വ്യത്യസ്തനായിട്ട് തോന്നും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കേണ്ട ഒരു മനുഷ്യനല്ലല്ലോ, പിന്നെ എന്തിനാണ് ദൈവം എന്നെ അനുവദിച്ചത്? അതിനുള്ളൊരു ഉത്തരം സക്കായിയെ റിവീൽ ചെയ്തതുപോലെ നമ്മയും ചില സാക്ഷികളാക്കി മാറ്റാൻ ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ് പല വ്യത്യസ്തമായ സ്ഥലത്ത് ദൈവം നമ്മളെ അനുവദിക്കുന്നത്. ഇവിടെ ഇനി കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. കർത്താവ് എന്താ ചെയ്തേ? സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സക്കായിയെ വേഗം ഇറങ്ങി വാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് അവിടെ വന്നിട്ട് സക്കായിയെ എന്ന് വിളിക്കുമ്പം കർത്താവിൻ്റെ വാക്കുകളൊന്ന് പരിശോധിച്ചാൽ കർത്താവിൻ്റെ വാക്കുകളിൽ കൃത്യതയുണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ കർത്താവ് അവിടെ വന്നിട്ട് സക്കായി എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ സാ വെച്ച് തുടങ്ങുന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചിരുന്നെങ്കിൽ 10-15 പേര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൈ ഉയർത്തും. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ കാണുന്നില്ല. അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിൽ നിന്ന് ഇവിടെ ഒരാളുണ്ടോ എന്നും കർത്താവ് ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. നേരിട്ട് സക്കായി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതിനർത്ഥം ദൈവം സംസാരിക്കുമ്പം സത്യമായി മാത്രമേ പുറത്തു വരത്തുള്ളൂ. അത് പ്രവചനത്തോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവചനം ദൈവത്തിൽ നിന്നാണെങ്കിൽ അവിടെ ചെന്ന് ഇവിടെ നോക്കിയ കർത്താവ് എന്നിട്ട് സക്കായി നീ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ, നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് കർത്താവ് ഇവിടെ ചോദിക്കുന്നില്ല. അല്ലെങ്കിൽ പുള്ളിയുടെ വീടിൻ്റെ അഡ്രസ്സും പുള്ളിയുടെ മുറിയും വീടിൻ്റെ പെയിൻറ്റും ഒന്നും കർത്താവ് പറയുന്നില്ല. കറക്റ്റായിട്ട് കർത്താവ് എന്താണ് നേരിട്ട് ചോദിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. കാരണം കർത്താവിന് അറിയാം തൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയെ ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ഭൂമിയുടെയും ഭൂമണ്ഡലത്തിനെയും സൃഷ്ടിച്ചതിന് മുന്നേ മെനഞ്ഞവനാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് സക്കായിയെ ഉലക സ്ഥാപനത്തിന് മുന്നേ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു സാരം, ദൈവവചനമായിക്കൊള്ളട്ടെ പ്രവചനമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ നിന്നാണെങ്കിൽ അവിടെ സന്ദേഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല, അവിടെ കൺഫ്യൂഷൻ ഒരു പ്രസക്തിയുമില്ല, അവിടെ അധികാരമുണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവവചനം നാം എവിടെ വെച്ച് കേട്ട് കഴിഞ്ഞാലും, അത് സോഷ്യൽ മീഡിയ ആയിരുന്നാലും അത് സഭയിലായിരുന്നാലും, സന്ദേഹത്തിന് വകയുണ്ടെങ്കിൽ ഓർത്തോളണം അതെന്താണ്? ദൈവത്തിൽ നിന്നല്ല. ദൈവം അവിടെ ക്ലിയറായിട്ട് സക്കായിയെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല, അവിടെ സംശയിക്കാൻ ഒരു ഇടയും കൊടുക്കുന്നില്ല. കാരണം ദൈവം സംസാരിക്കും. വെൻ ഗോഡ് സ്പീക്സ് ഹീ സ്പീക്ക് ട്രൂത്ത്. ദൈവം സംസാരിക്കുമ്പോൾ സത്യമാണ് സംസാരിക്കുന്നത്. കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർ അതിൻ്റെ 14:33 വായിക്കാം. 1 കൊരിന്ത്യർ 14:33. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കൺഫ്യൂഷനാണ്. ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല.
അതുകൊണ്ട് ദൈവവചനം ഒരിക്കലും നമ്മളെ കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നില്ല. പ്രവചനം ഒരിക്കലും കൺഫ്യൂഷനിലേക്ക് നയിക്കുന്നില്ല. മുന്നോട്ട് വായിക്കുമ്പം ഇവിടെ അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. നോക്കണേ, സക്കായിയെ സംബന്ധിച്ച് സക്കായിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സക്കായിക്ക് ലഭിക്കാത്ത എന്തോ അന്ന് ലഭിച്ചു. കാരണം ഈ മനുഷ്യൻ, ഇവനെ എല്ലാവരും, ഞാൻ അതിനെ പിന്നെ വിശദീകരിച്ച് പറയാം. സക്കായി എങ്ങനെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ആരും ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ആളുകൾ അറച്ചിരുന്ന ഒരു വ്യക്തിയാണ് സക്കായി. പക്ഷെ സക്കായി എന്നൊരൊറ്റ വിളിയിൽ തൻ്റെ സകലതും താൻ മറന്നുപോയി. ഒരു വല്ലാത്തൊരു സന്തോഷം തനിക്കുണ്ടായി. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജോയ്ഫുള്ളി എന്നുള്ള വാക്കാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് വിളിക്കുമ്പം, കർത്താവ് ഒരുത്തനെ തിരഞ്ഞെടുക്കുമ്പം, ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പം അവന് ലഭിക്കുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ ഒരു സന്തോഷം ഈ ലോകത്തിൻ്റെ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. ഒരു പണത്തിൽ നിന്നോ ഒരു ജോലിയിൽ നിന്നോ നാം സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നിൽ നിന്നും ലഭിക്കാത്ത സന്തോഷമാണ് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നത്. ആശ്വാസം, നമ്മൾ നേരത്തെ പാടിയതും അത് തന്നെയാണ്. ആശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൽ മാത്രമാണ്. അത് മറ്റൊന്നിൽ നിന്ന് നമുക്ക് ലഭിക്കത്തില്ല. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 16 അതിൻ്റെ 11-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 16:11. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. നോക്കണം, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. സന്തോഷത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൽ മാത്രമാണ്, അത് ദൈവത്തിൽ മാത്രമാണ്, അത് മറ്റൊന്നിൽ നമുക്ക് ലഭിക്കത്തില്ല. അതെ, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ചിലതൊക്കെ നമുക്കൊരു ഹാപ്പിനെസ് തന്നെന്നിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു വൈകാരികമായിട്ട് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് തന്നെന്നിരിക്കാം. പക്ഷെ അതൊരിക്കലും പരിപൂർണതയല്ല. CS ലൂയിസ് എന്ന് പറയുന്ന ഒരു ദൈവാസൻ പറഞ്ഞൊരു വാക്കാണ്, ഡു നോട്ട് ലെറ്റ് യുവർ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ഓൺ സംതിങ് യു മേ ലൂസ്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആശ്രയം വെക്കേണ്ടത്. നാം ആശ്രയം വെക്കേണ്ടത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാകുന്ന ആ കർത്താവിൽ മാത്രമാണ്. ഇനി മുന്നോട്ട് വായിക്കുമ്പം ഈ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. കണ്ടവരെല്ലാം താൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. എന്തുകൊണ്ടാണ് ഇവിടെയാണ് ശരിക്കും സക്കായിയുടെ ഒരു ചരിത്രം പുറത്തു വരുന്നത്? എന്തിനാണ് അവിടുത്തെ ആളുകൾ ഈ പിറുപിറുത്ത് എന്തിനാണ്? പക്ഷെ കർത്താവ് വന്നപ്പോൾ പിറുപിറുത്തായിട്ട് അവിടെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ സക്കായിയെ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോഴാണ് യഹൂദന്മാർ പിറുപിറുക്കാൻ തുടങ്ങിയത്. അതിനർത്ഥം അവിടെ എന്തോ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട്, അവർ വെറുക്കുന്ന കാര്യങ്ങൾ അവരവിടെ കണ്ടു. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കർത്താവ് സക്കായിയുടെ കൂടെ ചെന്നതായിരുന്നു അവരെ വെറുപ്പിച്ചത്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ടാക്സ് കളക്ട് ചെയ്യുന്നവർക്ക് യഹൂദന്മാരും ചുങ്കക്കാരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പലയിടത്തും അത് കാണാൻ കഴിയും. ഈ ചുങ്കം പിരിക്കുന്നവർക്ക് ഒന്നാമത്തെ കാര്യം, അന്ന് ഈ സീസറിൻ്റെ ഭരണാധികാരത്തിലാണല്ലോ. അപ്പോൾ ഈ ടാക്സ് കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം, യഹൂദന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം, ദൈവമാണ് സർവാധിപത്യം അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ മറ്റൊരുവന് ടാക്സ് കൊടുക്കുന്നത് അത് ദൈവനിന്ദയായിട്ട് യഹൂദന്മാർ കണക്കാക്കി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അന്നത്തെ യഹൂദന്മാർ മറ്റൊരു ഭരണത്തിന് ടാക്സ് കൊടുക്കുന്നത് ദൈവനിന്ദയായിട്ടും അതൊരു ബ്ലാസ്ഫമി ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് സക്കായിയോട് ഇവർക്ക് അത്രത്തോളം വെറുപ്പ് വരാൻ കാരണമായത്. അതുകൊണ്ടാണ് അവർ പിറുപിറുത്തത്. ഇനി മുന്നോട്ട് നമ്മൾ നോക്കുമ്പം പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ഈ റോമൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നത് കൊണ്ട് യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒത്തിരി ബുദ്ധിമുട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ദൈവനിന്ദയുണ്ട്, മറിച്ച് ഇവരുടെ സമ്പത്തെല്ലാം അല്ലെങ്കിൽ ഇവർക്കുള്ള, കാരണം ഇവർക്ക് യഹൂദന്മാർക്ക് അവരുടെ മത ആചാരണ പ്രകാരം തന്നെ ഒത്തിരി ചിലവുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ ഭരണത്തിന് കൊടുക്കുന്ന നികുതിയുള്ളത്. അപ്പോൾ ഇത് രണ്ടും താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്ന്, ഇവൻ ഒരു ചുങ്കക്കാരൻ, ഇസ്രായേൽ ഒരു യഹൂദൻ ഒരു ചുങ്കക്കാരനെ കാണുമ്പം ഒന്നാമതായി അവൻ കാണുന്നത് ഇവനൊരു ദൈവനിന്ദകനാണ്.
രണ്ടാമത് എൻ്റെ സമ്പത്ത് കട്ടുമുടിക്കുന്നവനാണ്. മൂന്നാമത് ഈ എന്താണ് പറയേണ്ടത്, ഈ ചുങ്കം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ നികുതി കൊടുക്കുന്നത് ഒരർത്ഥത്തിൽ ഒരു അടിമത്തമായിട്ട് യഹൂദന്മാർ കണ്ടിരുന്നു. ഞങ്ങൾ മറ്റൊരുവന് നികുതി കൊടുക്കുമ്പം അതൊരു അടിമത്തം പോലെ യഹൂദന്മാർ മനസ്സിലാക്കി. ഈ 3 കാരണങ്ങളാണ് യഹൂദന്മാർ ചുങ്കക്കാരന്മാരെ പാപികളായിട്ട് കാണാനുള്ള കാരണം ഇതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സക്കായിയുടെ സ്ഥാനം എപ്പോഴും പുറത്തായിരുന്നു. കാരണം ഇവരെന്താണ് വഞ്ചകന്മാരായിട്ടും അല്ലെങ്കിൽ ഇവരെ നിന്ദകന്മാരുമായിട്ടാണ് അന്നത്തെ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ ചുങ്കം പിരിക്കാൻ എല്ലായിടത്തും പോകണം. ഒരു യഹൂദൻ ഒരിക്കലും അന്യജാതിക്കാരൻ്റെ മുമ്പിൽ ചെല്ലാറില്ല, അവരോട് സമ്പർക്കം പുലർത്താറില്ല. നമുക്ക് പല ഭാഗത്തും ബൈബിളിൽ കാണാൻ കഴിയും. പക്ഷേ ഒരു ചുങ്കക്കാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവൻ എല്ലാ മനുഷ്യരോടും പോകേണ്ട ഒരു സാഹചര്യമാണ്. അത് യഹൂദനായിരുന്നാലും അന്യജാതിക്കാരനായിരുന്നാലും ചെന്ന് ചുങ്കം പിരിക്കേണ്ട ഒരവസ്ഥ. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് യഹൂദന്മാർ സക്കായി അല്ലെങ്കിൽ ചുങ്കക്കാന്മാരെ അല്ലെങ്കിൽ നികുതി പിരിക്കുന്നവരെ അത്രയും വെറുക്കാനുള്ളൊരു കാരണം. ഇത്രയും വെറുക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് അല്ലെങ്കിൽ ഇത്രയും വെറുക്കപ്പെട്ട ഒരു കൂട്ടത്തോടാണ് കർത്താവ് വന്ന് സംസാരിക്കുന്നത്. ആ മനുഷ്യൻ മരത്തിൽ നിന്ന് വലിയ സന്തോഷത്തോടെ ഇറങ്ങി വന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇതുവരെയും ആരും അങ്ങേരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരും സക്കായി എന്ന് വിളിച്ചിട്ടില്ല. അവൻ നിന്ദകനായിട്ടാണ് അവൻ്റെ സമൂഹം, അവൻ്റെ കൂട്ടത്തുള്ളവരെ, അവൻ്റെ ഗോത്രത്തിലുള്ളവർ എല്ലാവരും അവനെ അറക്കപ്പെട്ടവരായിട്ടും അവനെ വെറുക്കപ്പെട്ടവരായിട്ടും കണ്ടപ്പം യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയൊരു റബി വന്നിട്ട് വിളിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. ഇങ്ങനെ കർത്താവിൻ്റെ മിഷൻ മുഴുവൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആളുകൾ വെറുത്ത സ്ഥലങ്ങളിലേക്കാണ് കർത്താവ് ചെന്നത്, അല്ലേ? വേശ്യയായ സ്ത്രീ ആ ഒരു വിചാരണ നടക്കുന്ന കാര്യം നമുക്കറിയാം. ആരും ആ സ്ത്രീക്കൊരു പ്രത്യാശയില്ലായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ആ സ്ത്രീ ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷെ അവിടെ കർത്താവ് പ്രത്യാശ കൊടുക്കുന്നു, ശമരിയക്കാരൻ്റെ വാക്ക് ഉപയോഗിക്കുന്നു. കർത്താവിൻ്റെ എല്ലാ പാരബിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം കർത്താവ് ശമരിയക്കാരൻ എന്നുള്ള വാക്കെടുത്ത് ഉപയോഗിക്കുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് ശമരിയ എന്ന് പറഞ്ഞ വാക്ക് പോലും തെറിയായിരുന്നു. കർത്താവ് അങ്ങനെയുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടു. സമൂഹം എവിടെയാണോ ആളുകളെ വെറുത്തിരുന്നതോ, സമൂഹം എവിടെയാണ് ആൾക്കാരെ പകച്ചിരുന്നത്, അവിടെയാണ് കർത്താവ് ഇറങ്ങിച്ചെന്നത്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ ശിഷ്യരായ നമ്മളെയും അറക്കപ്പെട്ട വെറുത്ത അല്ലെങ്കിൽ സമൂഹം ഇവൻ മോശക്കാരനെന്ന് വിധി എഴുതിയ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളി അതാണ്, നമ്മുടെ മിഷൻ അതാണ്. ഞങ്ങൾ ഈ ഹിന്ദിക്കാരുടെ ഇടയിലൊക്കെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പം ചില ഹിന്ദി ബംഗാളി സഹോദരന്മാരൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിത് സ്ഥിരം കേൾക്കുന്നതാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് കേരളത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് ആരും വന്ന് സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഞങ്ങളുടെ അടുത്ത് ആരും വന്ന് സംസാരിക്കുന്നല്ലോ. ഇപ്പം എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പം കൂടിക്കൂടി വരികയാണ് നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന ഭാഷക്കാർ. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇത്രയും വർഷം ഞാനിവിടെ നിന്നിട്ടും ആരും വന്ന് ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചില്ല. അല്ലെങ്കിൽ ഈ ഹിന്ദി അല്ലെങ്കിൽ എല്ലാം ബംഗാളികളാണ്, പക്ഷേ എല്ലാം ബംഗാളികളല്ല, പല ഭാഷക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ എല്ലാവരെയും ഒരു രണ്ടാം കിട പൗരനായിട്ട് കാണുന്ന ഒരു അവസ്ഥ പൊതുവേ ഉണ്ട്. ബംഗാളി എന്ന് പറയുമ്പോൾ തന്നെ ഒരു തമാശയായിട്ടാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഒരിക്കലും അവനെ അങ്ങനെ കാണാൻ കഴിയത്തില്ല. പക്ഷെ അവനും ദൈവത്തിൻ്റെ പൈതലാണ്. നമ്മുടെ സക്കായിയെ വെറുക്കപ്പെട്ടു. ഈ വെറുക്കപ്പെട്ട ഇടത്തേക്ക് തന്നെയാണ് കർത്താവ് ഇറങ്ങി ചെന്നത്. അതുകൊണ്ട് നമ്മയും ദൈവം വിളിച്ചിരിക്കുന്ന ഉദ്ദേശം ഇതാണ്. സമൂഹം ആളുകൾ എന്തും പറയട്ടെ, സമൂഹം ആൾക്കാരെ മോശമെന്ന് വിധി എഴുതട്ടെ, സമൂഹം ആൾക്കാരെ ഇവർ മോശക്കാരിയെന്നോ ഇവൻ മോശക്കാരനെന്നോ ഇവനെ ഏത് രീതിയിലും വിധി എഴുതി തള്ളട്ടെ. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. 2-3 വർഷം മുന്നേ ഞാൻ താമസിച്ചിരുന്നു തിരുവനന്തപുരത്ത് തന്നെ, സ്ഥലം ഞാൻ പറയുന്നില്ല. താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രശ്നക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. 19 വയസ്സേ ഉള്ളൂ. പക്ഷേ 19ാമത്തെ വയസ്സിൽ അവൻ പല കേസിനും അകപ്പെട്ടു. അമ്പലങ്ങളൊക്കെ അവിടെ പല രീതിയിലുള്ള മോഷണങ്ങളൊക്കെ അവൻ ചെയ്തു. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ്, ഇവൻ എൻ്റെ വീടിനടുത്താണ്. ഇവനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാം. അപ്പം ഈ ചെറുപ്പക്കാരനെ ആൾക്കാരെല്ലാം ഇവനെ വിധി എഴുതി തള്ളി. ഇവൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ്, ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, പിന്നെ ആ നാടിന് ശല്യമാണെന്ന് വിധി എഴുതിയൊരു പയ്യൻ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇവന് കേസൊക്കെ എന്തോ ഒരു കാരണത്താൽ ഇവൻ പുറത്തു വന്നു. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ എൻ്റെ വീട് പാസ് ചെയ്ത് പോയി. അപ്പം ഞാൻ അവൻ്റെ പേര് വിളിച്ചു.
ഞാൻ പറഞ്ഞു, മോനെ സുഖമാണോയെന്ന് ചോദിച്ചപ്പം ഇവൻ എന്നെ തിരിഞ്ഞു നോക്കിയൊരു നോട്ടം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഞാൻ പെട്ടെന്ന് അവനെ ഞാൻ ചെന്ന് പിടിച്ച്, ഞാൻ കൈ പിടിച്ച് ഞാൻ സംസാരിച്ചു. അവനെ ഒരു നിർവികാരമായിട്ട് അവന് തോന്നിയ ആ ഒരു പിക്ചർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മധ്യപ്രദേശിലായിരിക്കുമ്പോഴും അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഒരു പയ്യൻ, ഈ ഗ്രാമങ്ങളിൽ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവരാരും ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരല്ലേ. അപ്പം കാലൊടിഞ്ഞു. ഏകദേശം 20 ദിവസം ഇവൻ ഒരു ചികിത്സയില്ലാതെ വീട്ടിനകത്ത് തന്നെ കിടന്നു. കാലൊടിഞ്ഞു കൊണ്ടുവന്ന ആളാണ്. ആശുപത്രിയിൽ എടുത്തില്ല, അവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ചെല്ലുവാണ്. ചെന്നപ്പോഴേ ഞാൻ ഇവൻ്റെ മുറിയിലേക്ക് ചെന്ന പാടെ തന്നെ മുറി അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അത്രയും ദുർഗന്ധമുണ്ട്. ഇവൻ്റെ കാല് പഴുത്തൊരു വേറൊരു വശമായിപ്പോയി. അപ്പോൾ ഈ പയ്യനെ ഞങ്ങൾ ഉടനെ എടുത്തുകൊണ്ട് തൊട്ടടുത്തല്ല, അവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്യണം. ഒരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവനെ ചികിത്സയൊക്കെ കൊടുത്തു. പിന്നത്തേൽ അവൻ ശരിയായി. പക്ഷേ ഇവനെ ചെന്ന് എടുത്തപ്പോഴേ ഇവൻ്റെ ഒരു മുഖം, അല്ലെങ്കിൽ ഇവൻ എന്നെ നോക്കിയൊരു നോട്ടം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്തെന്നറിയാമോ? സക്കായിയെ പോലെ ഏതോ മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ കുടുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് സക്കായി നമ്മുടെ ചുറ്റുമുണ്ട്. ആളുകൾ തിരിഞ്ഞു നോക്കാത്ത, ആളുകൾ അറയ്ക്കപ്പെടുന്ന ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവിടേക്ക് ഇറങ്ങി ചെല്ലാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഈ സക്കായിയുടെ ഒരു ഭാഗം വായിക്കുമ്പം ശരിക്കും സക്കായിയുടെ കഥയല്ല ഇത്. സക്കായിയുടെ കഥയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ കഥയാണിത്. നമ്മൾ സക്കായിക്കാണ് അധിക പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നോക്കണം, ഇത്രയും പാപിയായ ഒരു മനുഷ്യനെ തേടി ആ വഴി പോലുമല്ല കർത്താവ് പോയത്. പക്ഷേ അവന് വേണ്ടി ഗതി മാറ്റി അവനെ ചെന്ന് അന്വേഷിച്ചു. ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവനെ പേര് വിളിച്ചു. അങ്ങനെയെങ്കിൽ സക്കായി അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കാണുന്നത് സ്നേഹവാനായ കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പം അതിൻ്റെ 3-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 6-ാം വാക്യം. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. മുന്നോട്ട് 7-ാം വാക്യം. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സുഖം. ഇവിടെ ഈ സക്കായിയുടെ ജീവിതത്തിൽ കർത്താവ് വന്നപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരാൻ തുടങ്ങി. ഒരുവൻ ക്രിസ്തുവിലായാൽ, നമ്മുടെ ഒരു വചനം കൂടെ വായിക്കാം, വചനത്തിലേക്ക് പോകേണ്ട. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാണെങ്കിൽ അവന് മാറ്റങ്ങളുണ്ടായിരിക്കും, അവന് രൂപാന്തരങ്ങളുണ്ടായിരിക്കും. ഒരുവൻ കർത്താവിലായെന്ന് അതിൻ്റെ തെളിവെന്തെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന രൂപാന്തരങ്ങളാണ്. അത് ഇമ്മീഡിയറ്റായിട്ട് അവിടെ കാണാൻ കഴിയും. അവിടെ ഒരു തെളിവുണ്ടായിരിക്കും. ഒരുവൻ യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ചെങ്കിൽ. നോക്കണം, ഇവിടെ സക്കായിയെ സംബന്ധിച്ച് സക്കായി ഈ സന്തോഷം തിരിച്ചറിഞ്ഞപ്പം, സക്കായി രക്ഷയുടെ ആനന്ദം തിരിച്ചറിഞ്ഞപ്പം, സക്കായിക്ക് പിന്നെ അവൻ നേടിയതെല്ലാം അവൻ എങ്ങനെയെങ്കിലും ആളുകൾക്ക് കൊടുത്താൽ മതി എന്നുള്ളതായി. ഇതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകത. അതുവരെയും അവൻ അന്യായമായിട്ട് സമ്പാദിച്ചതാണ്. അതുവരെയും അവൻ ആളുകളെയൊക്കെ ഒത്തിരി ദുർവിനിയോഗം അവൻ ചെയ്തു. അവൻ്റെ അധികാരത്തെ അവൻ ദുർവിനിയോഗം ചെയ്തു. പക്ഷെ അത്രയും പണമെല്ലാം ഉണ്ടാക്കി ഈ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ വന്നപ്പം സക്കായി ആളുമാറി. സക്കായിക്ക് പിന്നെ നോക്ക്, അവൻ്റെ 4 മടങ്ങ് അവൻ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവൻ നേടിയ സമ്പത്തിനേക്കാളും വലിയൊരു വ്യക്തിയാണ് അവൻ്റെ മുന്നിൽ നിൽക്കുന്നുള്ളൊരു ബോധ്യം സക്കായിക്കുണ്ടായി. യഥാർത്ഥമായി കർത്താവിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, ദൈവവുമായിട്ട് യഥാർത്ഥമായ ഒരു എൻകൗണ്ടർ ഉണ്ടായ ഒരു വ്യക്തിക്ക് അവൻ്റെ കയ്യിൽ നേടിയ പണമല്ല വലുത്. അവൻ പത്രോസിന് ഇത്രയും വലിയ അത്ഭുതമുണ്ടായി. ഒത്തിരി മീൻകൂട്ടത്തെ താൻ കണ്ടു. പക്ഷെ മീൻകൂട്ടത്തെ കണ്ടിട്ട് ഈ മനുഷ്യൻ മീൻകൂട്ടത്തിൻ്റെ പിറകെ അല്ല പോകുന്നത്. മറിച്ച് അവനെ തന്നെ മനസ്സിലായി, അവൻ പാപിയായൊരു മനുഷ്യനെന്ന് മനസ്സിലായി. യഥാർത്ഥമായി ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായ ഒരു വ്യക്തിക്ക് അവിടെ രൂപാന്തരം ഉണ്ടാകും. ദൈവം അവനെ ഡിസിപ്ലിൻ ചെയ്യും. ഇമ്മീഡിയറ്റായിട്ട് അവിടെ ഒരു എവിഡൻസ് ഉണ്ടാകും, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത്. അത് അവൻ്റെ പ്രവൃത്തി ചെയ്ത് രക്ഷ നേടുകയല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ അതൊരു പാക്കേജാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞെങ്കിൽ നന്മ ചെയ്യുവാനോ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ അത് സ്വാഭാവികമായിട്ട് രൂപപ്പെടും. ഇവിടെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പം 10-ാമത്തെ വാക്യം വായിക്കാം, 9-ഉം 10-ഉം.
യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നോക്കണം, ഇവിടെ കർത്താവ് സക്കായിയെ വിളിച്ചത് അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്നുള്ളതാണ്. ആരും തന്നെ അബ്രഹാമിൻ്റെ മകനെന്ന് പറയുമ്പം അവിടെ ഇവനൊരു ജൂയിഷ് ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അന്ന് വരെ ഒരു യഹൂദനും ഇവനെ ഒരു ഇസ്രായേലായിട്ട് കാണാൻ തയ്യാറല്ലായിരുന്നു. കാരണം അവനൊരു ദൈവനിന്ദകനായിരുന്നു. പക്ഷെ കർത്താവ് അവിടെ വിളിച്ച് പറയുകയാണ്, അബ്രഹാമിനാൽ ഞാൻ കൊടുത്ത വാഗ്ദത്തത്തിന് ഇവനും അവകാശിയാണ്. ആര്? ഈ പാപത്തിൽ മുഴുകപ്പെട്ട് കിടന്ന മനുഷ്യൻ എന്ന് കർത്താവിനെ സ്വീകരിച്ചു, യേശുവിനെ എന്ന് അക്സെപ്റ്റ് ചെയ്തോ, അന്ന് അവൻ ദൈവത്തിൻ്റെ പൈതലായി. അബ്രഹാമിൻ്റെ മകനെന്ന് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അവൻ വിശ്വാസത്താൽ അവൻ കർത്താവിനെ സ്വീകരിച്ച നിമിഷം അവൻ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന് അവനും അവകാശിയായി. ഇനി മുന്നോട്ട് വായിക്കുമ്പം, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ. ദൈവങ്ങളെ, നമ്മളെയും വിളിച്ചിരിക്കുന്ന ഉദ്ദേശം അതൊന്നു മാത്രമാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ആരും തിരിഞ്ഞു നോക്കാൻ കഴിയാത്തതും ആരും സംസാരിക്കാത്തതും എല്ലാം സമൂഹം വിധിച്ച് വെക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റിനും. പക്ഷെ അവരെ നേടാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്നേക്ക് 200 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ വന്ന മിഷണറിമാരും ഈ ഒരു ബോധത്തോടു കൂടെയാണ് അവർ ഈ നാട്ടിൽ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 200 വർഷം മുമ്പേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഓരോ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പം നമ്മൾ ഞെട്ടിപ്പോകും. സാമുവേൽ മെറ്റീർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ 200 വർഷം മുമ്പ് എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതായിരുന്നു മലയാളികളുടെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, CMS, LMS, ബാസൽ മിഷനൊക്കെ ഇവിടെ വരുമ്പോൾ നേരെ ആൾക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഭക്ഷണം ഇല്ലാത്തത് പോരാഞ്ഞിട്ട് ഓന്തിനെയും പല്ലിയും എലിയൊക്കെ നിന്നിടുന്ന ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യം. എല്ലാ ഭൂമുടകളും എല്ലാം പ്രകൃതി എല്ലാം നല്ല രീതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. പുറത്ത് വഴി കൂടെ നടക്കാൻ പറ്റുക, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി നടക്കാനും കഴിയാത്തൊരവസ്ഥ, വിദ്യാഭ്യാസമില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ എന്തു മോശമായിരുന്നു നമ്മുടെ നാട്. ഇന്ന് നമ്മൾ വലിയ കാര്യമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പം 200 വർഷങ്ങൾക്ക് മുമ്പ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആ ദൈവദാസന്മാർ വില കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്കിതുപോലെ ഇവിടെ വന്നിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവർ അറയ്ക്കപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ജനത്തെ അവർ തേടി വന്നു. അവർക്ക് സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വന്ന ഇവിടെ വിയർപ്പൊഴുക്കിയ അല്ലെങ്കിൽ രക്തമൊഴുക്കിയ എല്ലാ ദൈവദാസന്മാരെ സംബന്ധിച്ചും മിഷണറിമാരെ സംബന്ധിച്ചും അവർ വിദേശത്ത് നല്ല രീതിയിൽ തന്നെയാണ് ആ സമയത്തും ജീവിച്ചിരുന്നത്. പക്ഷെ അവർ ആ സുഖ സൗകര്യങ്ങൾ വിട്ടൊഴിഞ്ഞ് അവർ ആ കംഫർട്ട്നെസ് നിന്ന് പുറത്ത് വന്ന് അല്ലെങ്കിൽ ആളുകൾ അകറ്റി നിർത്തിയ ആളുകളെ ഈ ഇന്ത്യയിൽ അന്വേഷിച്ച് വന്ന് ഈ ദൈവവചനം പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിത് ഇന്നിരിക്കുന്നത് പോലെ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. കർത്താവിൻ്റെ മിഷൻ അതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, അത് നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, കോളേജിലായിരിക്കാം, സ്കൂളിലായിരിക്കാം. ഇതുപോലെ സമൂഹം വിധി എഴുതി തള്ളിയ ചില ആളുകളുണ്ട്. അവരെ നേടാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചില സക്കായികളെ നേടാനായിട്ട് ദൈവം നമ്മളെ ഇനിയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.